ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് നാളായാലും എന്നെ കണ്ടിട്ട് എല്ലാവരും തന്നെ അന്വേഷണം അറിയിച്ചിട്ടുണ്ടായിരുന്നു. കമന്റ്സിലൂടെയും അല്ലാതെ പേഴ്സണലി മെസ്സേജ് അയച്ചൊക്കെ വിവരങ്ങൾ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് തിരക്കായി പോയി, തികച്ചും പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് തിരക്കുകളായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ലാപ്ടോപ്പ് ഒന്ന് കംപ്ലൈന്റ് ആയി, അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാം പോയി. പിന്നെ അത് തിരിച്ച് കിട്ടാൻ കുറച്ച് സമയമെടുത്തു. അങ്ങനെ മൊത്തത്തിൽ കുറച്ചൊരു ഇടവേള വന്നു എൻ്റെ വീഡിയോസിന്. ഇനി അങ്ങനെ ഉണ്ടാവാതെ നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സമയം കളഞ്ഞ വീഡിയോയിലേക്ക് പോയാലോ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതും അതേപോലെ തന്നെ നമ്മുടെ വീടുകളിലൊക്കെ മിക്കപ്പോഴും ഉണ്ടാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് പുട്ടും മുട്ടക്കറി. അപ്പം നമ്മുടെ ചാനലിലൂടെ തന്നെ പല പ്രാവശ്യം ഈ ഒരു കോമ്പിനേഷൻ കാണിച്ചിട്ടുണ്ട്. ഓരോ പ്രാവശ്യം നമ്മൾ മുട്ടക്കറി ഉണ്ടാക്കുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു പുതുമ അതിൻ്റെ അകത്ത് കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ഇത്തവണ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു, അതിലേക്ക് കടുക്, കുറച്ച് പെരിഞ്ജീരകം, ഏലക്ക, ഇഞ്ചി, വെളുത്തുള്ളി ഇവയെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹോട്ടൽ സ്റ്റൈൽ മുട്ടക്കറിയുടെ റെസിപ്പി നമ്മൾ പണ്ട് നമ്മുടെ ചാനലിലൂടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് നല്ല റെസ്പോൺസ് കിട്ടിയൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു വീഡിയോ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഇന്നത്തെ മുട്ടക്കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി ഇതൊക്കെ വഴണ്ടി വന്നു കഴിഞ്ഞപ്പോൾ അതിലേക്ക് നമ്മൾ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം കേട്ടോ. സവാള നന്നായിട്ടൊന്ന് വഴണ്ടി വരണം, അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർക്കാം കേട്ടോ. അപ്പോൾ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുക്കറിൽ കുറച്ച് വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്കാണ് ഞാൻ മുട്ട ഇട്ടിട്ട്, അപ്പോൾ മുട്ട നന്നായിട്ട് പുഴുങ്ങി കിട്ടുകയും ചെയ്യും, നമുക്ക് പുട്ടും അതിൻ്റെ ഒപ്പം തന്നെ ആവി കയറ്റി എടുക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് രണ്ട് പാത്രം എന്താ പറയുക ഇതിന് വേണ്ടിയിട്ട് എടുക്കേണ്ടി വരുന്നില്ലല്ലോ. അപ്പോൾ നമ്മുടെ സവാള നന്നായിട്ട് വഴണ്ടി വന്നു കഴിഞ്ഞപ്പോൾ അതിലേക്ക് തക്കാളി അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് നമ്മൾ 2 മീഡിയം സൈസിലുള്ള സവാളയും ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു. അപ്പോൾ മൂടി വെച്ച് അതൊന്ന് വഴറ്റിയെടുക്കുകയാണ്. തക്കാളി നന്നായിട്ട് വഴണ്ടി വന്ന ശേഷമാണ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനൊരല്പം മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ ചിക്കൻ മസാലയും 1 ടീസ്പൂൺ മീറ്റ് മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ പൊടികളെല്ലാം നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ തീ ഒന്ന് ലോ ഫ്ലെയിമിലാക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകാനായിട്ട് ഇടയുണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ചൂടുവെള്ളമാണ് ചേർക്കുന്നത്. ചൂടുവെള്ളം ചേർക്കുന്നതാണ് നല്ലത്. ഓൾറെഡി നമ്മുടെ സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് ചൂടായിട്ടിരിക്കുന്ന സമയമാണല്ലോ. അപ്പോൾ അതിലേക്ക് നമ്മൾ തണുത്ത വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കറിക്ക് ഒരു വെള്ളത്തിൻ്റെ ഒരു ടേസ്റ്റ്, അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് അത്ര രുചികരമായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും കറികളിലേക്ക് ചേർക്കുമ്പോൾ ചൂടുവെള്ളം തന്നെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് എത്രമാത്രം ഗ്രേവി വേണം അതിനനുസരിച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് അങ്ങ് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് നമ്മുടെ എത്രമാത്രം കൺസിസ്റ്റൻസിലാണ് നമുക്ക് ആ ഗ്രേവി വേണ്ടത് അത്രയും നേരം ഒന്ന് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈസി ആയിട്ടുള്ള മുട്ടക്കറിയുടെ ഗ്രേവി റെഡി ആയി കഴിഞ്ഞു. പുഴുങ്ങിയ മുട്ട അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ടുള്ള മുട്ടക്കറി റെഡിയായി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ പുട്ടും റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതന്നെ ഉള്ളൂ. പുട്ടുണ്ടാക്കുന്ന വീഡിയോ ഞാൻ സെപ്പറേറ്റ് കാണിക്കുന്നില്ല, പല പ്രാവശ്യം നമ്മുടെ ചാനലിലൂടെ കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ചിരട്ടപ്പുട്ടും അതിനൊപ്പം ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയാണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. ഹെൽത്തിയാണ്, അത്യാവശ്യം നമ്മുടെ വയറ് എന്താ പറയുക നിറഞ്ഞ ഒരു ഫീല് തരുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് നമ്മുടെ പുട്ടും മുട്ടക്കറിയും. എനിക്ക് തോന്നുന്നു നമ്മുടെ ചാനലിലെ ആദ്യത്തെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ തന്നെ പുട്ടും മുട്ടക്കറിയും കാണിച്ചുകൊണ്ടായിരുന്നു. അപ്പോൾ ഇതുവരെ ഈ കോമ്പിനേഷൻ ട്രൈ ചെയ്യാത്തവരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അങ്ങനെ ഇതായിരുന്നു നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ലഞ്ച് എന്ന് പറഞ്ഞാൽ തനി നാടൻ ലഞ്ചാണ്. അതിനുവേണ്ടി ഞാനിവിടെ പരിപ്പ് എടുത്തിട്ടുണ്ട്. നമ്മുടെ തുവരപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. 1/2 കപ്പോളം എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും അതേപോലെ തന്നെ ഒരല്പം മഞ്ഞൾപ്പൊടിയും നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ ഒരു 1/2 ടീസ്പൂണോളം ഞാൻ ഇതിൻ്റെ അകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ 1 കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തു. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് കുക്കറിലിട്ട് ഒരു വിസിൽ കേൾപ്പിക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് നമ്മുടെ തീ വയ്ക്കുന്നത്. അങ്ങനെ ഒറ്റ വിസിൽ കേൾപ്പിച്ചാൽ മതി കേട്ടോ.
അപ്പോൾ ഇന്നുണ്ടാക്കുന്ന കറി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പരിപ്പും മാങ്ങയും മുരിങ്ങാക്കോലും കൂടെ ആയിട്ടുള്ളൊരു ചാറുകറിയാണ്, തനി നാടൻ കറിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ തേങ്ങ അരച്ചാണ് ചേർക്കുന്നത്. അപ്പോൾ ആ തേങ്ങ നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ ഫ്രിഡ്ജിലിരുന്ന തേങ്ങ ആയതുകൊണ്ട് കുറച്ചിങ്ങനെ കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് ചൂടുവെള്ളം ചേർത്താണ് കേട്ടോ അത് അരച്ചെടുക്കുന്നത്. ചാറുകറി മാത്രമല്ല, ഒരു തോരൻ കൂടെ നമ്മുടെ ഇന്നത്തെ ഊണിനുണ്ട്. അപ്പോൾ പാൻ അടുപ്പത്ത് വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് ഇട്ടു, അതിലേക്ക് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും അതേപോലെ തന്നെ ചെറിയ ഉള്ളിയും അരിഞ്ഞതാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചെറിയ ഉള്ളി എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ ഇവിടെ കിട്ടുന്ന പേളോനിയനാണ്. ചെറിയ ഉള്ളിക്ക് പകരമായിട്ട് നമ്മളിവിടെ അതാണ് കൂടുതൽ ഉപയോഗിക്കുക. അപ്പോൾ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുത്തു, എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഉള്ളി ഒന്ന് നന്നായിട്ട് വഴണ്ടി വന്ന ശേഷം വേണം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പാവയ്ക്ക അരിഞ്ഞത് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ പാവയ്ക്ക തോരനാണ് കേട്ടോ. അപ്പോൾ ഇവിടെ പാവയ്ക്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടൻ പാവയ്ക്ക പോലെയല്ല, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കൈപ്പയ്ക്ക, നല്ല പച്ച കളറിലുള്ള നല്ല കയ്പുള്ള പാവയ്ക്കയാണ് ഇവിടെ കിട്ടുന്നത്. പാവയ്ക്ക വിഭവങ്ങളെല്ലാം തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് കേട്ടോ. തീയൽ, അതേപോലെ തോരൻ, മെഴുക്കുവരട്ടി, എന്ത് വെച്ചാലും ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ അത്യാവശ്യം കയ്പുള്ള പാവയ്ക്കാണെങ്കിൽ ഇഷ്ടം കൂടും. പിന്നെ കയ്പില്ലാത്ത രീതിയിൽ നമ്മൾ പാവയ്ക്ക തോരൻ ഉണ്ടാക്കുന്നതൊക്കെ കാണിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് കഴിക്കാൻ കൂടുതലിഷ്ടം കയ്പുള്ള പാവയ്ക്ക തന്നെയാണ്. അപ്പോൾ പാവയ്ക്ക ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് മുമ്പ് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കൊത്തി അരിഞ്ഞ പാവയ്ക്ക കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി പാവയ്ക്ക ഒന്ന് വെന്ത് വരുന്ന സമയമുണ്ട് നമുക്ക്, അപ്പോൾ അതുവരെ ഒന്ന് കാത്തിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ആവശ്യത്തിന് ഉപ്പും. കാരണം ചിലപ്പോൾ നമ്മുടെ പാവയ്ക്ക ഇരുന്ന് വെന്ത് വരുന്ന സമയത്ത് അടിയിൽ കിടക്കുന്ന പാവയ്ക്ക ചിലപ്പോൾ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഒരല്പം മാത്രം ചൂടുവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഒരുപാട് വെള്ളം ഒഴിക്കരുത്, ജസ്റ്റ് നമ്മൾ തളിച്ചു കൊടുക്കുന്ന പോലെ കുറച്ച് മാത്രം, ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം മൂടി വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ പരിപ്പ് വേവിക്കാൻ വെച്ചത് നന്നായിട്ട് വെന്തു, നമ്മുടെ കുക്കറിലെ എയറൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഒറ്റ വിസിലാണ് കേൾപ്പിച്ചുള്ളൂ. നമ്മുടെ പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങയും മുരിങ്ങാക്കോലുമാണ്. അപ്പോൾ ഇവിടെ ഇത്തവണ അത്യാവശ്യം പുളിയുള്ള നാടൻ മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 2-3 മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, ചെറിയ മാങ്ങകളായിരുന്നു കേട്ടോ. 3 മാങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ മുരിങ്ങാക്കോലും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പൊതുവേ ചക്കക്കുരും മാങ്ങയും മുരിങ്ങാക്കോലും, അല്ലെങ്കിൽ ചെമ്മീനും മാങ്ങയും മുരിങ്ങാക്കോലും ഒക്കെയാണ് കൂടുതലും ഞങ്ങളിവിടെ ഉണ്ടാക്കാറ്. അപ്പോൾ മാങ്ങയും കിട്ടി, മുരിങ്ങാക്കോലും കിട്ടി, പക്ഷേ ചെമ്മീനും അതേപോലെ തന്നെ ചക്കക്കുരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വീട്ടിലേക്ക് വിളിച്ചു ചോദിച്ചപ്പോഴാണ് പരിപ്പ് ചേർത്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പോൾ മമ്മി പറഞ്ഞു തന്ന ആ ഒരു ഐഡിയ വെച്ചിട്ടാണ് കേട്ടോ ഇന്ന് പരിപ്പും മുരിങ്ങക്കായും അതേപോലെ തന്നെ മാങ്ങയും കൂടെ കറി വയ്ക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്, പക്ഷേ കിട്ടു ടേസ്റ്റ് തന്നെയായിരുന്നു. ഉണ്ടാക്കി നോക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഉപ്പ് നോക്കിയപ്പോൾ കുറവായതുകൊണ്ട് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കുക്കറിൽ ഒറ്റ വിസിൽ കേൾപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാങ്ങയും മുരിങ്ങാക്കോലും നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ അതാ നമ്മുടെ പാവയ്ക്ക് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ പാവയ്ക്ക നന്നായിട്ട് വഴണ്ടി വന്ന ശേഷമാണ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങ കൂടുതൽ ചേർക്കുന്നതോറും പാവയ്ക്കയുടെ കയ്പ്പ് കുറഞ്ഞ് കിട്ടിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങോട്ടേക്കൊക്കെ കാലാവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല തണുപ്പാണ്. നാട്ടിലേക്കൊക്കെ ചില സമയത്ത് ന്യൂസ് കാണാറുണ്ട് മൂന്നാട് ഭാഗത്തൊക്കെ നല്ല തണുപ്പാണെന്ന്. പക്ഷേ നമ്മുടെ വീട്ടിലേക്കൊക്കെ വിളിച്ചു ചോദിക്കുമ്പോൾ ഭയങ്കര ചൂടാണെന്നാണ് കേട്ടോ എപ്പോഴും കേൾക്കാറ്. അപ്പോൾ ഇവിടെ ക്ലൈമറ്റൊക്കെ മൊത്തത്തിൽ മാറി, പുറത്തൊന്നും ഒട്ടും ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ നല്ല തണുപ്പായി തുടങ്ങി. പക്ഷെ മഞ്ഞൊന്നും വീണ് തുടങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കാലാവസ്ഥയൊക്കെയാണ്. അപ്പോൾ ഈ ഒരു കാലാവസ്ഥയിൽ നല്ല ചൂട് ചോറിൽ നാടൻ കറികളൊക്കെ ഒഴിച്ച് കഴിക്കാൻ ഒരു പ്രത്യേക രസം തന്നെയാണല്ലേ. അപ്പോൾ നമ്മുടെ തേങ്ങ കൂടെ നമ്മുടെ പാവയ്ക്കയിൽ ചേർത്ത് കൊടുത്തു, നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു. ഇനി ആ തേങ്ങയുടെ ആ ഒരു റോ ടേസ്റ്റ് മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ചൊന്ന് നന്നായിട്ടൊന്ന് ആവി കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാവയ്ക്ക തോരൻ റെഡിയായി കഴിഞ്ഞു. ഇന്നത്തെ കറികളെല്ലാം തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അരമണിക്കൂർ പോലും വേണ്ട നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ഈ ഒരു ചോറും കറികളൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ പാവയ്ക്ക തോരൻ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ മാങ്ങയും മുരിങ്ങാക്കോലും പരിപ്പും കൂടെ ആയിട്ടുള്ള കറി എന്തായി നോക്കാം. അപ്പോൾ അതാ നമ്മുടെ എയറൊക്കെ പോയി കുക്കറിൻ്റെ അകത്തുള്ളത്. ഒറ്റ വിസിലാണ് കേട്ടോ കേൾപ്പിച്ചിട്ടുള്ളൂ. അപ്പോൾ അതാ നമ്മുടെ മാങ്ങയും അതേപോലെ മുരിങ്ങാക്കോലും നന്നായിട്ട് വെന്ത് കിട്ടി. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് തേങ്ങ അരച്ചു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ
നമുക്ക് ഗ്യാസ് വീണ്ടും ഓൺ ചെയ്യാം. ഒന്നുകൂടെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് തിള വന്ന ശേഷം നമുക്കിതിൻ്റെ അകത്തേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയാണ്. ഇതിൻ്റെ അകത്തേക്ക് വെള്ളം ഒഴിച്ച് തേങ്ങ അരച്ചു എന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചേർത്തിട്ടില്ല. നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ നന്നായിട്ട് അരഞ്ഞ് കിട്ടണം കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് അങ്ങ് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ തേങ്ങ ചേർത്ത് കഴിയുമ്പോൾ ഇപ്പോൾ ചാറ് പോരാ, അത്രയും കൺസിസ്റ്റൻസി പോരാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. പരിപ്പ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ കറി ഇരിക്കും തോറും കുറച്ചുകൂടെ ഒന്ന് കുറുകി വരും. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ തീരെ വെള്ളം കുറഞ്ഞു പോയി കഴിഞ്ഞാൽ കറി തണുത്ത് കഴിയുമ്പോഴേക്കും ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കും. അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് കറിയൊക്കെ തിളച്ചു. നമ്മുടെ മാങ്ങ മുരിങ്ങക്കോല് പരിപ്പ് കറി അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്കൊന്ന് താളിച്ച് ചേർത്താൽ മാത്രം മതി. അപ്പോൾ താളിച്ച് ചേർക്കാൻ നേരത്ത് സാധാരണ പോലെ തന്നെ കടുകും കറിവേപ്പിലയും വറ്റൽമുളകും നമ്മുടെ ചെറിയുള്ളിയും കൂടെയും കൂടിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് താളിച്ച് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എമ്മി ആയിട്ടുള്ള മാങ്ങ മുരിങ്ങക്കോല് പരിപ്പ് കറി റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഒരു കറി ട്രൈ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞങ്ങളുടെ ഏരിയയിലേക്കൊക്കെ മാങ്ങയും മുരിങ്ങക്കോലും ചക്കക്കുരുവാണ് സാധാരണ ഉണ്ടാക്കാറുള്ളത്. അല്ലെങ്കിൽ ചെമ്മീൻ ചേർക്കും. പരിപ്പ് ചേർക്കുന്നത് വളരെ അപൂർവമായിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കാം. മാങ്ങാക്കാലൊക്കെ ആയില്ലേ നാട്ടിലൊക്കെ. അങ്ങനെ ഈ 2 കറികളാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ ഊണിനുള്ളൂ. 2 കറികളേ ഉള്ളൂ എന്ന് വിചാരിക്കേണ്ട. രണ്ടും കിടു ടേസ്റ്റുള്ള നല്ലൊരു കോമ്പിനേഷനിലുള്ള കറിയാണ്. പ്രത്യേകിച്ച് നമ്മുടെ പാവയ്ക്കയുടെ ചെറിയൊരു കയ്പ്പും അതേപോലെ നമ്മുടെ മാങ്ങയുടെ പുളിയും ചെറിയൊരു മധുരവും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു അടിപൊളി കോമ്പിനേഷനാണ്. ട്രൈ ചെയ്യാത്തത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നല്ല ചൂട് ചോറിൽ നമ്മുടെ പരിപ്പ് മാങ്ങ മുരിങ്ങക്കോല് കറിയും നല്ല പാവയ്ക്ക തോരനും ഒക്കെ കൂട്ടിയിട്ടുള്ളൊരു നാടൻ ഊണാണ്. പിന്നെ ഞാൻ പൊതുവേ ചോറിൻ്റെ കൂടെ നല്ല പുളിയുള്ള കട്ട തൈര് കൂട്ടിക്കഴിക്കാൻ ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് കേട്ടോ. മിക്കപ്പോഴും ചോറിൻ്റെ കൂടെ എത്രയൊക്കെ കറികളുണ്ടെങ്കിലും കുറച്ച് തൈരും കൂടെ കൂട്ടിയിട്ടാണ് ഞാൻ മിക്കപ്പോഴും ചോറുണ്ണുക. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നിന്ന് നല്ല പുളിയുള്ള തൈര് കൊണ്ടുവന്ന് നമ്മളിപ്പോൾ കടയിൽ നിന്ന് തൈര് വാങ്ങിക്കാറില്ല. വീട്ടിൽ തന്നെ എപ്പോഴും നല്ല നാടൻ തൈര് ഉണ്ടാക്കി എടുക്കുകയാണ് പതിവ്. ആ തൈരിനൊരു പ്രത്യേക ടേസ്റ്റാണല്ലോ. അപ്പോൾ അതാണ് ഇന്നത്തെ ലഞ്ചെന്ന് പറയുന്നത്. കുറച്ച് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം വരുന്നതുകൊണ്ട് വീഡിയോസിലൊക്കെ ചെറിയൊരു തപ്പലും തടയിലൊക്കെ ഉണ്ട്. ഒന്ന് ക്ഷമിച്ചേക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം. ബൈ.